കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ നല്ലൊരു ആലോചന എല്ലാം കേട്ടുകൊണ്ട് ദൈവദാസനെ ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തി സന്തോഷം തോന്നുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവ മക്കൾക്ക് ആവശ്യമായ ദൂതുകൾ വിളമ്പുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വചനം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഇത് യേശു പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ വായിച്ചത് 24 അധ്യായങ്ങളുണ്ട്. 1151 വാക്യങ്ങളോടെ യവനനും വൈദ്യനുമായ ലൂക്കോസാണ് ഈ ഭാഗം എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു സഖായിയുടെ മാനസാന്തരത്തെ കുറിച്ചാണ് കാണുന്നത്. അതുപോലെ അനേകരെ കാണാതായ കിടന്ന അവിടെ എവിടെ കിടന്ന മക്കളെല്ലാം കർത്താവ്, ഇസ്രായേൽ ഗൃഹത്തിലെ മക്കളെല്ലാം കർത്താവ് വന്ന് തിരഞ്ഞെടുത്ത് രക്ഷിപ്പാനായി ലോകത്ത് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ കർത്താവ് നമ്മെയും രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനൊരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഈ ഭാഗ്യം കിട്ടുവാൻ തക്കവണ്ണം, ദൈവത്തിനെ ആത്മാവിൽ ആരാധിപ്പാൻ തക്കവണ്ണം, ആത്മാവിന്റെ സത്യത്തിലും വഴി നടന്ന പരിശുദ്ധാത്മാവിനെ അനുഭവിപ്പാൻ തക്കവണ്ണം എല്ലാ ദൈവം തന്ന കൃപ ഏറ്റവും വലുതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ തന്നെ നമുക്ക് 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ കാണാതെ പോയ ആടിനെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്നു. 15-8 മുതൽ 10 വരെ 10 ദിരഹ്മയെ കുറിച്ചുള്ള ഒരു ഉപമ കർത്താവ് പറയുന്നു. 15-11 മുതൽ 24 വരെ ഒരു അപ്പന്റെ ഇളയപുത്രനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ 3 ഉപമകൾ ഇതിനകത്ത് വ്യക്തമായി വരച്ചു കാട്ടുന്നത് കർത്താവ് കാണാതെ പോയ അവനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നത് എന്നുള്ള ആ ഒരു ബോധം ഈ വചനത്തിലൂടെ നമുക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത്തെ ഉപമയില് കാണാതെ പോയ ഒരു ആടിനെ കുറിച്ചുള്ള ഒരു ഉപമ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കർത്താവ് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ചുങ്കക്കാരോടും പാപികളോടും കൂടെ കർത്താവ് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് പരീശന്മാരും ശാസ്ത്രിമാരും പുറത്തുവിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഇഷ്ടമെന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ താഴ്ന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ആരും കടന്നു പോകരുത്, അവരടുക്കളയിൽ നമ്മൾ ഇറങ്ങരുത് എന്നുള്ളൊരു ചിന്താഗതിയാണ് അവരുടെ ഉള്ളിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ചിന്താഗതികളെല്ലാം മാറ്റിക്കൊണ്ട് യേശുക്രിസ്തു വന്ന് ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണത്തിന് ഇരിപ്പാനായിരുന്നു. കാരണം അതിനകത്ത് കിടപ്പുണ്ട് ഇസ്രായേൽ ഗൃഹത്തിലെ ആളുകൾ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് തിരഞ്ഞു കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം, അതിനെക്കുറിച്ചുള്ള നിയോഗം യേശു ഉള്ളത് കൊണ്ട് അവരുടെ അടുക്കൽ ഇറങ്ങി ചെല്ലുവാനിടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവർ പിറുപിറുക്കുന്നത് കണ്ടിട്ട് യേശുക്രിസ്തു ഒരു ഉപമയായി പറഞ്ഞ ഈ കാര്യമാണ്. നിങ്ങൾ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്നിനെ കാണാതെ കണ്ടില്ല. അപ്പോൾ കാണാതാവുമ്പോൾ ആ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതായതിനെ കണ്ടെത്തും വരെ നിങ്ങൾ തിരയുകയില്ലയോ എന്നാണ് കർത്താവ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 99 ഒരു ഭാഗത്ത് വിട്ടിട്ട് ഒന്നിനെ തിരയാൻ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നും ദൈവത്തിന് വിലപ്പെട്ടതാണ്, ഒരെണ്ണം പോലും വിലപ്പെട്ടതായിരിക്കില്ല, എല്ലാം ദൈവത്തിന് വിലപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരാട് പോലും നഷ്ടപ്പെടുന്നു, ഒരു വ്യക്തി പോലും നഷ്ടപ്പെടുന്ന ദൈവം ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു വ്യക്തിയുടെ ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലപിടിപ്പുള്ള ആത്മാവാണ് ഒരു വ്യക്തിയിലുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ആത്മാവ് നഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ തിരഞ്ഞ് രക്ഷിക്കാനായിട്ട് ഇറങ്ങി പോയപ്പോൾ കണ്ടു കിട്ടിയ ഒരു ഭയങ്കര സന്തോഷമാണ്. കാണാതെ പോയി, അത് നശിച്ചു പോയതാ, കിട്ടൂലെന്ന് വിചാരിച്ചു. പക്ഷേ കണ്ടു കിട്ടിയപ്പോൾ അവിടുത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷിച്ച് ചുമലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൊട്ടി കാണാതെ പോയി എന്റെ ആടിനെ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് നിങ്ങൾ പറയാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ തന്നെ 99 നീതിമാന്മാരെക്കാളും പാപിയായ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെല്ലാം ഇങ്ങനെ കണ്ടെത്തുക, ഇങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ കണ്ടെത്തുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ ഉപമയിലൂടെ അത് വെളിവാവുകയാണ്. രണ്ടാമത്തെ ഉപമയെന്ന് പറഞ്ഞാൽ 10 ദ്രഹ്മയെ കുറിച്ച് കാണുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഈ 10 ദ്രഹ്മ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വ്യക്തിക്ക് 10 ദ്രഹ്മ കൊടുക്കുന്ന, ഒരു സ്ത്രീക്ക് സഹോദരിക്ക് 10 ദ്രഹ്മ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ 10
ഇവർ ഒരു ചരടിൽ കോർത്ത് ഈ നെറ്റിയിൽ ഇങ്ങനെ അവർ അലങ്കാരമായി ധരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് നല്ല വിലപ്പെട്ടതായിട്ടാണ് ഈ ദ്രവ്യം കാണുന്നത്. 10 ദ്രവ്യം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായി സൂക്ഷിച്ച് ഒന്നുപോലും നഷ്ടപ്പെടാതെ വണ്ണം ഭയങ്കര ആഗ്രഹത്തോടെ അവരുടെ ജീവന ഉപോധിക്ക് കിട്ടിയ ഒരു ധനമായി അവർ എണ്ണിക്കൊണ്ട് അതിനെ സൂക്ഷിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് അതിൽ നിന്ന് ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ ആ സഹോദരിക്ക് ഭയങ്കരമായ വിഷമം. അത് കിട്ടുന്നത് വരെയും വീടിനകമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഭയങ്കരമായ വിളക്ക് കത്തിച്ച് എല്ലാം നോക്കി അത് കിട്ടുന്നത് വരെയും അത് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കിട്ടിയ അയൽക്കാരത്തെ എല്ലാം വിളിച്ചു, അടുത്ത പരിചയക്കാരെല്ലാം വിളിച്ചു. എനിക്ക് നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ഇത് തിരികെ കിട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടുകൂടെ അവർ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്റെ 10ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷം ഉണ്ടാകും എന്ന് പറയുന്നു. മനുഷ്യൻ പാപിയാണെന്ന് എണ്ണി മാറ്റിക്കളയുമ്പോൾ, പക്ഷെ അതിലൊന്നും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ അത് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുകയും പറയുന്നു. 3ാമത്തെ ഭൂമിയായിട്ട് നമ്മൾ കാണുന്നത് ഒരു അപ്പന്റെ ഇളയ മകനെ കുറിച്ചാണ്. ഈ അപ്പന്റെ ഇളയ മകൻ 2 പുത്രന്മാരുണ്ട്. ഇതിന് പലരും പല കാര്യവും ഇതിൽ പറയുന്നല്ലേ. ഇതിന് പുത്രൻ എന്ന് പറയുന്നു, വേറെ ഒരു പേരൂടെ പറയും. ഇളയപുത്രൻ, ശരിക്കും പറഞ്ഞ അപ്പന്റെ ഇളയപുത്രൻ. അപ്പോ ഈ ഇളയപുത്രൻ ഒരിക്കൽ അപ്പനോട് ചോദിച്ചു, അപ്പ എനിക്ക് വസ്തുവകയിലെല്ലാം തരണം. അതങ്ങനെ നിർബന്ധം പിടിച്ച് എനിക്ക് വരേണ്ട പങ്ക് തരണമെന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൻ പങ്ക് പകുത്തു കൊടുത്തു. ഈ പങ്കെല്ലാം കൊണ്ടുപോയി ഏറിയ നാൾ കഴിയുമ്പോൾ ഇളയ മകൻ സകലം സ്വരൂപിച്ചു ദൂരത്തേക്ക് യാത്ര ചെയ്യി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. ഇളയപുത്രൻ അപ്പനിൽ നിന്ന് കിട്ടാനെല്ലാം വാങ്ങി ദൂരദേശത്ത് കടന്നുപോയി അവിടെ ധൂർത്തപുത്രനായി. കാരണം സകലവും നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലോട്ട് ആ മകൻ വരുവാനിടയായി തീർന്നു. എന്നാൽ ആ ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് അത് ആഹാരം കിട്ടാതെ വണ്ണം അവിടെ ആൾക്കാരുടെ ആഹാരം ചോദിപ്പാൻ ഇടയായി തീർന്നു. പന്നിക്ക് കൊടുക്കുന്ന വാള വരെ ചോദിച്ചു. പന്നിക്ക് കൊടുക്കുന്ന വാള വരെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഒരു പയറാണ്. അത് പന്നിക്ക് കൊടുക്കുമ്പോൾ പന്നിക്ക് വിശപ്പ് വരുന്ന ഒരു ആഹാരമാണത്. പന്നിക്ക് ഭയങ്കരമായി വിശപ്പ് വരും ഈ പയർ കഴിക്കുമ്പോൾ. അപ്പോ ഇതുപോലും ഈ ഇളപ്പന്റെ ഇളയ മകൻ ചോദിച്ചിട്ട് അവന് ആരും കൊടുക്കാൻ തയ്യാറായില്ല. ക്ഷാമം മൂത്ത് ഭയങ്കരമായ കഠിനമായ ആഹാരത്തിന്റെ വിശപ്പെല്ലാം സഹിക്കാതെ വന്നപ്പോ ഒരു ചിന്ത വന്നു, എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ ആൾക്കാരെന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത അതിന്റെ ഉള്ളിൽ കടന്നു വന്നു. സ്വന്തമായി പറഞ്ഞു, ഞാൻ പോകും, എന്റെ അപ്പന്റെ അടുക്കൽ ഞാൻ പോകും, ഞാൻ അപ്പനോട് പറയും, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നുള്ള ചിന്തയോടുകൂടെ മടങ്ങി വരുവാനിടയായിരുന്നു. എന്നാൽ ഈ അപ്പൻ വഴിക്കണ്ണ് കാത്തിരിക്കുകയാണ്, എന്റെ മകൻ എപ്പോൾ മടങ്ങി വരും എന്നുള്ള ആഗ്രഹത്തോടെ തീരുമാനത്തോടെ ഇരിക്കണം. എന്റെ മകൻ കടന്നു വരുമോ, അവൻ കടന്നു വരണമെങ്കിൽ അവനെ എനിക്ക് എന്ത് ചെയ്യണം, ചേർക്കണം, ഇതിനു വേണ്ടി തീക്ഷ്ണതയോടെ കാത്തിരിക്കുന്ന ഒരപ്പൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആരെങ്കിലും പിന്മാറ്റ അവസ്ഥയിലൂടെ കടന്നു പോകണമെങ്കിൽ എന്റെ ദൈവം കാത്തിരിക്കുകയാണ്. എപ്പോൾ എന്റെ സന്നിധിയിൽ അവൻ മടങ്ങി വരും, എപ്പോൾ എന്റെ സന്നിധിയിൽ അവൻ മടങ്ങി വരും എന്നുള്ള ചിന്തയോടെ നോക്കിയിരിക്കുന്ന ഒരു പിതാവായ ദൈവത്തെ നമുക്കിവിടെ കാണാം. അങ്ങനെ കടന്നു മടങ്ങി വന്നു. അതുപോലെ അവൻ പറഞ്ഞതുപോലെ തന്നെ അപ്പനെ തേടി വരികയാണ്. പക്ഷേ അപ്പൻ ദൂരമേ വെച്ച് മോനെ കാണുകയാണ്. അപ്പൻ ഓടിച്ചെന്ന് അവനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് അവനെ ഭവനത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. മടിച്ചു നിൽക്കുന്ന പാപികളായാലും ശരി തന്നെ ഹൃദയത്തിന് നിശ്ചയമുണ്ടെങ്കിൽ ഈ പിതാവിന്റെ അടുത്ത് കടന്നു വരാനായിട്ട് കഴിയും. ഏത് കുറവും കുറ്റവും ക്ഷമിപ്പാൻ തക്കവണ്ണം അതിന്റെ പാപം എത്ര രക്താംബരം പോലെ ഭയങ്കരമായി ചുമപ്പായിരുന്നാലും അതിനെ ഹിമ പോലെ വെളുപ്പിക്കാം എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അനുഭവത്തോടുകൂടെ മുന്നോട്ട് കടന്നു വന്നാൽ ഇതേപോലെ ഓടിച്ചെന്ന് മാറോടക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. അപ്പൻ കടന്നു വന്നു, അപ്പൻ വിളിച്ച് പാലത്തി കൊണ്ടുവന്ന് പറഞ്ഞു, അവന് മേത്തരമായ ഒരു അങ്കി ഉണ്ടെത്തിയണം, ധരിപ്പിക്കണം. അവന്റെ വസ്ത്രമെല്ലാം മുഷിഞ്ഞു, അവന് ഒന്നുമില്ല. അപ്പന്റെ ഭാഗം ഉണ്ടായിരുന്നപ്പോൾ എല്ലാം സമൃദ്ധി
വൃത്തിയായിട്ടിരുന്നവന് ഇന്ന് ഒരു കാര്യവും അവനിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി. അവൻ അങ്കി പോലും വൃത്തിയില്ലാത്ത വൃത്തിയുള്ള ഒരു അങ്കി പോലും അവൻ ഇല്ലാതായി പോയി. അപ്പോൾ അപ്പോഴെടുത്ത് പറഞ്ഞു, മേത്തരമായ ഒരു അങ്കി കൊണ്ട് എന്ത് ചെയ്യണം? ധരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവന്റെ കൈക്ക് ഒരു മോതിരം ധരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെരുപ്പിടിപ്പിക്കണം. ഇതൊന്നുമില്ലാതെ വണ്ണം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കടന്നു പോയതാണ്. ഇങ്ങനെ ഭയങ്കരമായ സന്തോഷത്തോടെ അവിടെ അകത്ത് ആടിനെ അറുത്ത് എന്റെ മകൻ തിരിച്ചു വന്നെന്നുള്ള ഒരു സന്തോഷത്തോടെ ഭയങ്കരമായ ആർപ്പോടുകൂടെ തർപ്പോട് നൃത്തത്തോടുകൂടെ എല്ലാം അവിടെ കടന്നു പോയപ്പോഴും മൂത്ത മകൻ വരുന്നു. പ്രൈസ് ഹല്ലേലൂയ. മൂത്ത മകൻ ചോദിച്ചു, ബാല്യക്കാരനെ ചോദിച്ചു, ഇവിടെ എന്താ നടക്കുന്നത്? പ്രൈസ് ഹല്ലേലൂയ. ബാല്യക്കാരൻ പറഞ്ഞു, നിന്റെ ഇളയ സഹോദരൻ കടന്നു വന്നിട്ടുണ്ട്. മകന് ദേഷ്യം വന്നു. പ്രൈസ് ഹല്ലേലൂയ. സകലവും നഷ്ടപ്പെടുത്തി എല്ലാം ഒന്നും ഇല്ലാതാക്കി മടങ്ങി വന്ന ഇവന് വേണ്ടി ഇവിടെ ഇത്രത്തോളം ആർഭാടങ്ങൾ കാണിക്കുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നിട്ട് ഇതുപോലെ എനിക്കൊന്നും ചെയ്തു തരുന്നില്ലല്ലോ. അപ്പൻ പറഞ്ഞു, മോനെ, നീ ഇവിടെ ഉള്ളത് നിനക്ക് തന്നെ ഉള്ളതെല്ലാം നിനക്ക് തന്നെയാണ്. പ്രൈസ് ഹല്ലേലൂയ. കാരണം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കുള്ളതിനെ കുറിച്ചുള്ള നമുക്ക് മതിപ്പ് കാണില്ല. പ്രൈസ് ഹല്ലേലൂയ. ഒന്നും ഇല്ലായ്മ വന്നു പോകണം. പ്രൈസ് ഹല്ലേലൂയ. ഇതിൽ നിന്ന് അകന്നു പോകണം. ദൈവം എത്ര വലിയവനാണ് നമുക്ക് ചിന്തിപ്പാട്ടൊക്കെ വേണം. അതുകൊണ്ട് ആരും ദൈവസന്നിധിയിൽ അകന്നു പോകാതെ ദൈവത്തോട് പറ്റി വസിച്ച് മുന്നോട്ട് കടന്നു പോകണം. പ്രൈസ് ഹല്ലേലൂയ. കാരണം ദൈവത്തിൽ നിന്ന് പറ്റി വസിച്ച് യാത്ര ചെയ്യുമ്പോൾ സകലവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം എന്ത് ചെയ്യും? നമ്മെ നടത്തുവാൻ ഇടയായി തീരും. പ്രൈസ് ഹല്ലേലൂയ. അനർത്ഥങ്ങൾ വരാതെ വണ്ണം ദൈവം കാക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ 3 ഉപമകൾ കാണാതെ പോയതാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയതാ. തിരികെ പിടിക്കുന്ന ഒരു അനുഭവമാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നത് എന്ന് നമുക്ക് കാണുവാൻ ഇടയായി തീരും. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് കർത്താവ് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയിലോട്ട് പ്രവേശിക്കാതെയും ഇസ്രായേലിനെ കാണാതെ ആടുകളുടെ അടുക്കൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പോണം. ഒന്ന് വായിച്ചോട്ടാക്കി. എന്ന് ഘോഷിക്കണം. ഈ ഘോഷിക്കാൻ വേണ്ടിയാണ് ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ ഘോഷിക്കാതെ വായി കൂട്ടി ഞാൻ ഉൾപ്പെടെ വെച്ചിരിക്കുക. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നിങ്ങൾ കാണാതെ പോയി ആടുകളെ രക്ഷിപ്പാനാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി എന്ത് ചെയ്യണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട സുവിശേഷത്തെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അവരെ അയക്കുക. അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയുള്ള രോഗികളെ, നിങ്ങൾ എവിടെയെങ്കിലും കടന്നു പോകുമ്പോൾ അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർത്തും. ഇതെല്ലാം ഈ പോകുന്നവരുടെ ജോലിയാ. പ്രൈസ് ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഓരോ മക്കളെ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുത്തത്. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ്. ഈ കർത്താവ് കൊണ്ടുവരുന്ന എന്തിനാണ്? ഈ ഇസ്രായേൽ മക്കളെ കാണാതെ പോയ ആടുകളാണ്. ഇതെങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാണാതെ പോയ ആടുകൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? വായിക്കുന്നു. ഇതെല്ലാം നഷ്ടമായത് എവിടെ? ശരിക്കും അന്ന് ഏതൻ തോട്ടത്തിൽ. പ്രൈസ് ഹല്ലേലൂയ. നമ്മളെങ്ങനെയല്ല ദൈവം വെച്ചിരുന്നത്? പ്രൈസ് ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഭയങ്കരമായ ദൈവം നല്ല അനുഗ്രഹമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ചാണും പെണ്ണുമായി എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രൈസ് ഹല്ലേലൂയ. എന്നാൽ അവർ സന്തോഷത്തോടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. കാരണം വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് ഇവരോടൊത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് ഏതൻ തോട്ടത്തിൽ നടക്കും. പ്രൈസ് ഹല്ലേലൂയ. കാരണം ദൈവ മക്കളോട് വസിക്കണം. പ്രൈസ് ഹല്ലേലൂയ. ആണും പെണ്ണുമായി എല്ലാം സൃഷ്ടിച്ചു. അവർ ഭയങ്കരമായ അവരുടെ മേൽ തേജസ്സിന്റെ വസ്ത്രമെല്ലാം ധരിച്ച് സന്തോഷത്തോടെ അവർ അവിടുത്തെ കായ്കനികളെല്ലാം പറിച്ചു കഴിച്ച് സമാധാനത്തോടെ ജീവിച്ച് പോകുമ്പോഴെല്ലാം വെയിലാകുമ്പോഴെല്ലാം ദൈവം ഇറങ്ങി വരും. ഇവരോട് സംസാരിപ്പാൻ, ഇവരോട് കൂടെ ഇരിപ്പാൻ. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ഹല്ലേലൂയ. അവരോട് മനുഷ്യരോടുകൂടെ സന്തോഷിക്കണം. പ്രൈസ് ഹല്ലേലൂയ. അങ്ങനെ കടന്നു വന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് പാമ്പ് കൗശലമേറിയതാ. സകല മൃഗങ്ങളെക്കാളും പാമ്പ് കൗശലമേറിയതാ. അത് വന്ന് ഒറ്റ ചോദ്യം ഇങ്ങനെ ചോദിച്ചു. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചോദിച്ചു. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം
വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഒറ്റ ചൈതന്യം ഇവിടെ കൂടെ എല്ലാം കറങ്ങി വന്നെന്ന് പറഞ്ഞ ഈ ചോദ്യം. തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഈ ഓർമ്മച്ചിക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഇല്ലാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ പാമ്പ് കൗശലമേറിയ പാമ്പായതെന്ന് ചോദ്യം സ്ത്രീയോടാണ് ചോദിക്കുന്നത്. സ്ത്രീ പാമ്പിനോട് ഉത്തരം പറയണം, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നമുക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും വരുന്നത് ദൈവം എന്ത് വിശാലമായി മറുപടി പറഞ്ഞു കൊടുത്തെന്ന് അറിയാമോ? കാരണം ഇപ്പൊ പാമ്പിന് മനസ്സിലായി ഈ വൃക്ഷം തോട്ടത്തിന്റെ നടുവിലാണുള്ളത്, അത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമല്ല ഈ പാമ്പിന് വ്യക്തമായി മനസ്സിലായി. പാമ്പ് സ്ത്രീയോട് ഇങ്ങനെ ഉപായത്തില് സംസാരിക്കുകയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അത് തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഭയങ്കരമായ കുടുംബ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ദൈവം പറഞ്ഞ സത്യത്തെ എല്ലാം പാമ്പ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയുള്ളവരാണ്, നിങ്ങളെ കണ്ണുകളെ തുറക്കും എന്തെല്ലാം പറഞ്ഞ് പ്രേരിപ്പിച്ചപ്പോൾ ഈ സഹോദരി അത് ആ വൃക്ഷഫലം പറിച്ചു കഴിച്ചിട്ട് ഭർത്താവിന് കൊടുത്തു. ഇത് കഴിച്ച ഉടനെ തന്നെ കണ്ണു തുറന്നു എന്നിട്ട് അവർ നഗ്നനാണെന്ന് അറിഞ്ഞു. കാരണം അതുവരെയും അവർക്ക് ഈ നഗ്നതയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അവർ ഉടുത്തിരുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ വസ്ത്രമാണ് ഉടുത്തിരുന്നത്. ആ തേജസ്സിന്റെ വസ്ത്രമല്ല അവരിൽ നിന്ന് മാറിയിട്ട് അവർ ഭയങ്കര നഗ്നനാണെന്ന് തിരിച്ചറിയാൻ ഇടയായിത്തീർന്നു. എന്നാൽ അന്ന് നഷ്ടപ്പെട്ട ഈ തേജസ് തിരികെ കൊണ്ടുവരണമെന്ന് ദൈവത്തിന് ആഗ്രഹം. അന്ന് ഈ ഒരു പാപം ചെയ്യാതിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ തേജസ്സുള്ള മക്കളായി ജീവിക്കുമായിരുന്നു ഈ ലോകത്തിൽ. അത് വ്യക്തമായി കണ്ട സർപ്പമാണ്, പാമ്പാണ് ഈ ചതി ചെയ്ത് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് അതിലോട്ട് തള്ളിവിടാൻ ഇടയായിത്തീർന്നത്. ഇല്ലെങ്കിൽ ഇന്ന് തേജസ്സുള്ള വസ്ത്രം ധരിച്ച് സമാധാനത്തോടെ ദൈവവുമായി നല്ലൊരു ബന്ധത്തോടെ എല്ലാ മക്കളും ജീവിക്കുമായിരുന്നു. കാരണം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴേ ദൈവം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പെറ്റുപെരുകുവിൻ, സന്താന സമ്പുഷ്ടിയുള്ളവരാണ് ജീവിപ്പിൻ, ഇതെല്ലാം ദൈവം പറഞ്ഞതാ. പക്ഷേ ഇതൊന്നും നടക്കാതെ വേണം അനുഗ്രഹിക്കപ്പെട്ട തേജസ്സുള്ള മക്കൾ വരരുതെന്ന് പിശാച് ആഗ്രഹിച്ചതുകൊണ്ട് അവിടെ അതിന്റെ ഉപായങ്ങളെല്ലാം ഭരിപ്പാൻ ഇടയായിത്തീർന്നു. മനുഷ്യർ തേജസ് നഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. പക്ഷെ ദൈവം വീണ്ടും അങ്ങനെ മനുഷ്യനെ വിടാൻ തയ്യാറല്ല. ഈ തേജസ്സിനെ മടക്കി കൊണ്ടുവരണം. അന്ന് നഷ്ടപ്പെട്ട ഈ തേജസ്സിനെ ഈ ജനത്തിന്, ഭൂമിയിലെ മനുഷ്യർക്ക് നൽകണമെന്ന് ദൈവത്തിന് ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി ഒരു കാല സമ്പൂർണ്ണത വെച്ചു. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 4:4 മുതൽ 7 വരെ ഒന്ന് വായിക്കാമോ? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. കാരണം ഇതിനൊരു കാലസമ്പൂർണത വെച്ചു. ഉടനെ ദൈവം ഇതിനൊരു പരിഹാരം, ഇതിനും ഒരു വാഗ്ദത്തം വെച്ചു. ആ വാഗ്ദത്തം നിവൃത്തിക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ കർത്താവിനെ ഈ ലോകത്ത് അയക്കണം, ഈ കർത്താവിലൂടെ ഈ തേജസ് മടക്കിയെടുക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹത്തോടുകൂടെ ദൈവം അവിടെ ചില കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ദീർഘക്ഷമയോടെ ദൈവം നോക്കിയിരിക്കുക. അതിനുശേഷം എന്തെല്ലാം ലോകത്ത് നടന്നു, അതിനുശേഷം ഭയങ്കര പ്രളയം വന്നു, ലോകയുടെ കാലത്ത് സകല മനുഷ്യരും നശിക്കുവാൻ ഇടയായിരുന്നു. വീണ്ടും അതിൽ നിന്ന് 8 പേരിൽ നിന്ന് വീണ്ടും ജനം ഭരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ കാലഘട്ടത്തും ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംഭവിച്ച് കടന്നു വന്നെങ്കിലും എന്നാലും ക്രിസ്തു ജനിക്കുന്നത് വരെയും ഈ തേജസ്സിന്റെ മക്കൾ വെളി വരാൻ വേണ്ടി, ഈ ക്രിസ്തു ജനിക്കാൻ വേണ്ടി ഒരു കാല സമ്പൂർണ്ണ ദൈവം നിശ്ചയിച്ചു. ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായ ഒരു നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിപ്പാൻ തന്നെ. ന്യായപ്രമാണത്തിന് കീഴുള്ളവർ യേശുവിനെ ഈ ലോകത്ത് അയച്ചിട്ട് ന്യായപ്രമാണത്തിന് കീഴുള്ള എല്ലാ മക്കളെയും പുത്രത്വം സ്വന്തം കർത്താവിന്റെ രക്തം തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി ആ സ്വന്തം മക്കളായി ചേർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കർത്താവ് ലോകത്ത് വരുവാൻ ഇടയായിരുന്നു. കാരണം യേശുക്രിസ്തു വിശ്വസിക്കുന്ന മക്കൾക്ക് നിത്യജീവനുണ്ട്.
വേണ്ടിയാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. എല്ലാ സകല മനുഷ്യർ ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. ഈ കർത്താവ് ക്രൂശിലൂടെയാണ് ഈ ഒരു ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുവാനായിട്ട്. ക്രൂശിൽ കർത്താവ് അനുഭവിച്ച കഷ്ടത, തന്റെ ജീവനെ നഷ്ടമാക്കി പിതാവായ ദൈവത്തിന്റെ അടുക്കൽ വീണ്ടും കടന്നുപോയി തന്നോട് അടുപ്പിക്കുന്നവർക്ക് ആത്മാവിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് കർത്താവ് ജനത്തെ നയിപ്പാനിടയായി തീർന്നു, നിയന്ത്രിപ്പാനിടയായി തീർന്നു. പക്ഷേ എന്നിട്ട് വീണ്ടും പറയുന്നത് നാം പുത്രത്വം പ്രാപിക്കും. ആർക്കൊക്കെ ഈ വിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുന്ന മക്കൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നു കൊടുക്കുമെന്ന് എല്ലാ മക്കളും വിശ്വസിക്കേണ്ടതാണ്. പക്ഷെ എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആത്മാവിന്റെ ക്രിയ അവരുടെ ജീവിതങ്ങൾ വെളിപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആഴമായി ക്രിസ്തുവിനോട് അടുക്കാതെ വണ്ണം കർത്താവ് ഇത് പ്രകടിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ഹല്ലേലൂയ. അതുകൊണ്ട് ആഴമായി നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. യേശു എനിക്ക് വേണ്ടി മരിച്ചതാണ്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. അവൻ എനിക്ക് വേണ്ടി സകലം നിവർത്തിപ്പാണ്ടൊക്കെ വേണം ക്രൂശിൽ തന്റെ തല ചായച്ച് കർത്താവ് പറഞ്ഞ സകലവും നിവർത്തിയിരിച്ചിരിക്കുന്നത് പറഞ്ഞ് തന്റെ തോളിൽ തന്നെ തല ചായച്ച് ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ്. ഇത് ആർക്കു വേണ്ടി എന്ന് പറഞ്ഞാൽ നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്, സ്വന്തം മക്കളായി ദൈവം രക്തം തന്ന വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടിയായി ഈ പ്രക്രിയയിലൂടെ യേശു കടന്നു പോകേണ്ടത്. കാരണം അന്ന് നഷ്ടപ്പെട്ട തേജസ് നമുക്ക് മടക്കി തരുവാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കേണ്ടത് ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം എന്നുള്ള കാര്യം നാം ആരും മറന്നു പോകരുത്. പ്രൈസ് ദി ഹല്ലേലൂയ. നമ്മൾ ഒന്ന് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കടന്നു പോകുന്നു. പക്ഷെ നമ്മളെ കുറിച്ചെല്ലാം ഓരോരുത്തർ ഉദ്ദേശത്തോടുകൂടെയാണ് ദൈവം നമ്മെ ദൈവസന്നിധിയിലാക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ഹല്ലേലൂയ. അതുകൊണ്ട് നാം യേശുവിന്റെ പുത്രത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുമില്ല. പ്രൈസ് ദി ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കൾക്ക് യേശു സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന മക്കളെ അഭിഷേകത്താൽ നിറയ്ക്കുവാനിടയായി തീരും. പ്രൈസ് ദി ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു കൊടുക്കാനിടയായി തീരും. സ്വന്തം പുത്രൻ എന്നുള്ള ആ ഒരു ബന്ധത്തിലേക്ക് ദൈവം കൈക്കൊള്ളുവാനിടയായി തീരും. പ്രൈസ് ദി ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ സ്വന്തം രക്തത്തെ നൽകുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ മക്കൾ ആകുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പറഞ്ഞു മനസ്സിലായോ? സ്വന്തം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അപ്പാ പിതാവേ എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം കർത്താവിന്റെ സ്നേഹത്തെ ഉയർത്തുന്നെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഇത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചു. അങ്ങനെ ഇനി ദാസനല്ല, ഈ പുത്രൻ അത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ നമ്മൾ അവകാശികളാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. അതുകൊണ്ട് ആ അവകാശം നമ്മളുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കാൻ തയ്യാറാവണം. പ്രൈസ് ദി ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇവിടെ ഈ ആത്മാവിനെ നമ്മൾ പകർന്നു തന്നത് വെറുതെ ഇരിക്കാനല്ല, ആത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. വായിക്കാം. ഗലാത്യർ 4 മുതൽ 7 വാക്യം വായിച്ചോ? എന്നാ ഇവിടെ ഈ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ എന്നുള്ള ഒരു കാര്യം ദൈവവചനം വ്യക്തമായി പറയുന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. 5:16 വായിച്ച്. ഗലാത്യർ 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. പ്രൈസ് ദി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആത്മാവിനെ അനുസരിക്കുന്ന വ്യക്തി എപ്പോഴും ചിന്തിക്കും, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, കുറച്ച് സമയം ബൈബിൾ വായിക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം, കർത്താവിന്റെ സംസാരം എനിക്ക് കേൾക്കണം. പക്ഷെ ജഡാഭിലാഷമുള്ള ഒരു വ്യക്തി പറയും, നീ ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, നീ ഇപ്പൊ ആലയത്തിൽ പോകേണ്ട കാര്യമില്ല, ഇതെന്തിനാ എന്നൊന്നും ആലയത്തിലോട്ട് നീ പോകുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇന്ന് നീ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഇന്ന് ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഴപ്പമില്ല, ജഡം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വിലക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ തിരുവചനം പറയുന്നു. ഈ ആത്മാവിനെ അനുസരിച്ച് ഈ ആത്മാവ് ഉള്ളിൽ കടന്നു വരാൻ വേണ്ടി തന്നെ സമർപ്പിക്കുന്ന വ്യക്തികളുടെ ഉള്ളിലെ ആത്മാവിനെ പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് നിന്ന് ഞാൻ അവനോട് കൂടെ എന്ത് ചെയ്യും? അത്താഴം കഴിക്കും. ഈ മുട്ടുന്ന വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാകുന്ന വാതില. ആരെങ്കിലും ഒന്ന് തുറന്നു കൊടുക്കുവാനൊന്ന് തയ്യാറായാൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ കടന്നു വരും. അതുകൊണ്ട് മൗനമായിരിക്കും
പ്രാർത്ഥിക്കരുതേ. യേശുവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ആത്മാവിനെ എന്നെ നിറയ്ക്കണമേ കർത്താവേ, എന്റെ ഹൃദയത്തിൽ നീ ഒന്ന് കടന്നു വരണമേ കർത്താവേ എന്നുള്ള ആഴമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. മുട്ടുമ്പോൾ മുട്ടുമ്പോൾ പറഞ്ഞ ദൈവവചനം കേൾക്കുമ്പോഴെല്ലാം ദൈവം മുട്ടിക്കൊണ്ടിരിക്കുക. നീ എപ്പോ തുറക്കും, നിന്റെ ഹൃദയം എപ്പോ തുറക്കും എന്ന് പറഞ്ഞ് ദൈവം മുട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ നീ തുറന്നു കൊടുത്താലേ കർത്താവ് അകത്ത് വരുള്ളൂ. പ്രൈസ് ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് അകത്ത് വരാൻ ആഗ്രഹത്തോടെ ചെയ്യണം, തീഷ്ണതയോടെ ആലോചിക്കണം. കർത്താവേ എന്റെ ഉള്ളിലോട്ടൊന്ന് കടന്നു വരണമേ ദൈവമേ, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ ഉള്ളിലൊന്ന് പ്രവേശിക്കണമേ. എനിക്ക് ദൈവമകനായി ജീവിക്കണം, എനിക്ക് ദൈവമകനായി ജീവിക്കണം എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. പ്രൈസ് ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. പ്രൈസ് ഹല്ലേലൂയ. ഈ ജഡാഭിലാഷ ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. കാരണം ജഡം പറയും വേണം എന്ന് പറയും, പക്ഷെ ആത്മാവ് പറയും നീ തെറ്റ് ചെയ്യാമോ പറയും ഇല്ല, തെറ്റ് ചെയ്യരുത്, ഇത് തെറ്റാണ്, നീ ചെയ്യരുത്, അത് വിലക്കുവാനിടയായി തീരും. പക്ഷേ കർത്താവ് ഈ ആത്മാവിനെ സാന്നിധ്യം ഉള്ള മക്കൾക്ക് ഇങ്ങനെ പ്രത്യേകതകൾ കാണും. പ്രൈസ് ഹല്ലേലൂയ. ഈ ദൈവം കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിപ്പാൻ ചെയ്യണം, തയ്യാറാവണം. മത്തായി സുവിശേഷത്തില് കർത്താവ് പറയുന്നുള്ളൂ, ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം, നിങ്ങൾ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഹല്ലേലൂയ. നിങ്ങൾക്ക് ആരെങ്കിലും ഉപദ്രവം വരുന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ഹല്ലേലൂയ. പക്ഷെ അവരെ സ്നേഹിക്കണം എന്ന് തിരുവചനം പറയുന്നു. പ്രൈസ് ഹല്ലേലൂയ. റോമർ 8:5 പറയുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവുള്ളവർ ചിന്തിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ളവർ എപ്പോഴും ജഡത്തിന് വേണ്ടി ചിന്തിക്കണം. കാരണം ജഡസ്വഭാവമുള്ളവർ നമുക്കറിയാമല്ലോ, അവർക്ക് 24 മണിക്കൂർ സിനിമ കാണാൻ കടന്നു പോകണം. പ്രൈസ് ഹല്ലേലൂയ. അവർക്ക് ഈ ലോകമോഹങ്ങളിലോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ആത്മസ്വഭാവമുള്ളവർ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടതെന്ന് വിട്ടു നിൽക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ളവർ പറയും അവരെ കാണുമ്പോൾ എനിക്ക് 10 പറയേണ്ട ആവശ്യമുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. 10 കാര്യമായിട്ട് എനിക്ക് പറയണം. പക്ഷെ ആത്മസ്വഭാവമുള്ളവർ പറയും വേണ്ട, നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. പ്രൈസ് ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ളവർ നമ്മുടെ ഉള്ളിലുമായി പകയും വൈരാഗ്യവും വിദ്വേഷവും എല്ലാം നിറച്ചുകൊണ്ടേ നടക്കും. അവരോട് എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കില്ല, അവരോട് മിണ്ടുകയില്ല. പക്ഷെ ആത്മസ്വഭാവമുള്ളവർ ഇതൊന്നും നിറയ്ക്കില്ല. ആത്മാവിന്റെ ഫലങ്ങൾ എന്തോന്നാണ്? 9 കൃപാവരങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹം തൊട്ടങ്ങ് തുടങ്ങിയ പ്രൈസ് ഹല്ലേലൂയ. അതേക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഇതിനെല്ലാം 9 കൃപാവരങ്ങൾ നമ്മൾ വായിച്ചിട്ട് ഏതെല്ലാം നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നോ, ഇതെല്ലാം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാണോ എന്നൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കണം, അവരോട് ചോദിക്കണം, അവരോട് തന്നെ ചോദിക്കണം. ഇതിൽ ഏതെങ്കിലും എനിക്ക് കുറവാകുന്നു ഉണ്ടെങ്കിൽ അതിനെ തിരുത്താൻ നമ്മൾ തയ്യാറാവണം. പ്രൈസ് ഹല്ലേലൂയ. നമ്മളെ തള്ളിക്കളയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും തള്ളിക്കളയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ഹല്ലേലൂയ. ഇങ്ങനെ തിരുത്തി വരുന്ന വ്യക്തികളെ കർത്താവ് സ്നേഹിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. ഏതെങ്കിലും കുറവ് തന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ 9 കൃപാവരങ്ങൾ ഒന്ന് നഷ്ടമായി പോയാലും ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ഈ കൃപാവരം എന്നെ ജ്വലിപ്പിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ആയിരിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ് യേശു കടന്നു വരുന്നത്. പ്രൈസ് ഹല്ലേലൂയ. അന്ന് തേജസ് നഷ്ടപ്പെട്ട അന്ന് ആ സമയത്ത് 1 Corinthians 15:50 പറയുന്നു, എന്നാൽ ആദ്യ കാഹളത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുന്ന ഒരു സമയമുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. അന്ന് നാം രൂപാന്തരപ്പെടുന്ന സമയത്ത് അന്ന് ഏതൊരു നഷ്ടപ്പെട്ട ആ തേജസ്സിന്റെ വസ്ത്രം, നമ്മൾ ഈ ലോകത്തിലെ വസ്ത്രമെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് ആ തേജസ്സിന്റെ വസ്ത്രം മാറി കൊടുത്ത് കർത്താവിന്റെ മേഘങ്ങൾ എതിരേൽക്കാൻ നമ്മൾ കടന്നു പോയിടേക്കും. പ്രൈസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിൽ നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നാം ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ മതി. ആ നിത്യത ആ തേജസ്സിന്റെ വസ്ത്രം ദൈവം മടക്കി തരുള്ളൂ. പ്രൈസ് ഹല്ലേലൂയ. അന്ന് നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം, ഏതെങ്കിലും നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ നമുക്ക് തേജസ്സിന്റെ വസ്ത്രം വാരി കൊടുത്താണ് നമ്മൾ കടന്നു പോയേണ്ടത്. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഞാൻ പറയുന്നു, നാം ഈ ലോകത്തിലെ കഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വെളിപ്പാടായിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ. പ്രൈസ് ഹല്ലേലൂയ. റോമർ ലേഖനം തന്നെ ഉണ്ട് 8:18 നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സ്ഥാനമില്ല എന്നൊന്നും. പ്രൈസ് ഹല്ലേലൂയ. കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനയിലിരിക്കുന്ന മക്കൾ ഈ ദൈവവചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പാൻ തയ്യാറാവണം. പ്രാർത്ഥിക്ക്, നമുക്കൊക്കെ കഷ്ടം വരില്ല എന്നോടോ പറഞ്ഞിട്ടില്ല, പക്ഷെ കഷ്ടമുണ്ട്. എന്നാൽ എല്ലാത്തിനും വിടിവെക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രൈസ് ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരെ ചേർക്കാനാണ് യേശു കടന്നു വരുന്നത്. പ്രൈസ് ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുമെങ്കിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
പാപം പ്രയാസം എല്ലാം ഉണ്ട്. പക്ഷേ ജയിച്ചവനായ കർത്താവ് നമ്മെ ജയിപ്പിക്കാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പക്ഷേ ഇതെല്ലാം, ഈ ഭാഗ്യമെല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ ആത്മാവിനെ ദൈവം പകർന്നു. ഈ തേജസ്സിന്റെ വസ്ത്രമെല്ലാം ഉടുക്കാൻ അന്ന് നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രമെല്ലാം വീണ്ടും നമ്മൾ മാറിയെടുത്ത് ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ക്രൂശിലൂടെ. കർത്താവ് പീഡകൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ, ക്രൂശിൽ കഷ്ടത അനുഭവിച്ചത് കൊണ്ട് തന്നെ, നമുക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചത് കൊണ്ടാണ്, നമുക്ക് വേണ്ടി ആണിപ്പാടേറ്റ കരങ്ങൾ, തുളയ്ക്കപ്പെട്ട ആണിപ്പാടേറ്റ കരങ്ങളുമായി നിൽക്കുവാൻ വേണ്ടി എന്റെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. എങ്ങനെ നമുക്ക് ഇതെല്ലാം കിട്ടിയത്? തന്റെ കാലുകളെ തുളയ്ക്കുവാൻ വേണ്ടി ആണിപ്പാടുള്ള കാലുകളെ വെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം മനസ്സ് കാണിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഭാഗ്യപദവിയിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും അയ്യോ ഇതൊരു നിസ്സാരമെന്ന് കണക്കാക്കിയിരിക്കരുത്. പക്ഷേ ഇതൊരു വലിയ ഭാഗ്യ പദവിയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതെന്നുള്ള ഓർമ്മയോടുകൂടി നമ്മൾ ജീവിക്കാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണ് അത്രേ മനുഷ്യപുത്രൻ ലോകത്ത് കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് മരണത്തെയും പാതാളത്തെയും പാട്ടി ചവിട്ടി മെതിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തത് നമുക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ വേണ്ടിയാ യേശു ഈ ത്യാഗത്തിലൂടെ കടന്നു പോയത്. കർത്താവ് എണീറ്റുകൊണ്ട് നമുക്ക് ഒരു എണീറ്റുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പുനരുത്ഥാനത്തിൽ ജീവനോടെ പുറത്തു വന്നുകൊണ്ട് നമുക്ക് ഒരു പുനരുത്ഥാനം ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ പങ്കോടെ നമ്മൾ യാത്ര ചെയ്യുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നു. പക്ഷേ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനും കൂടെ യേശു ക്രിസ്തു കടന്നു വന്നു എന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, 3:8 പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ ലോകത്ത് പ്രത്യക്ഷനായത്. പ്രൈസ് ദി ഹല്ലേലൂയ. അപ്പോ ഈ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ എങ്ങനെയാ, ഏതിലൂടെയാ സാധിച്ചത്? ഈ ക്രൂശ് മരണത്തിലൂടെ. അത് ജയിച്ചത് കൊണ്ടാണ് യേശു ക്രിസ്തു പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ട് അധികാര കർത്താവിന് കിട്ടിയത്. പ്രൈസ് ദി ഹല്ലേലൂയ. അതുവരെയും പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാനും പിശാചിനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള അധികാരമില്ല. ഈ മരണത്തിലൂടെയാണ്, മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരം ദൈവം പ്രാപിച്ച് ആ അധികാരം മനുഷ്യനായ ദൈവമക്കളിലോട്ട് ദൈവം പകർന്നു കൊടുത്തത്. പ്രൈസ് ദി ഹല്ലേലൂയ. ഇത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ ഈ ഒരു വലിയ കാര്യം വിശ്വാസത്തോടെ മുന്നോട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവമേ ഇതിലൊരു പങ്കാളിയാവുക, എന്റെ ദൈവം എന്നെ സഹായിച്ചല്ലോ, അതിനെന്നെ പ്രാപ്തിയാക്കിയല്ലോ എന്നുള്ളൊരു ഭാഗ്യത്തോട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ദൈവസന്നിധി, ദൈവസഭയെ, ദൈവ മക്കളെ നമ്മൾ അയക്കിയിരിക്കുന്നു. പക്ഷെ ഒന്നിനെയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തള്ളിക്കളയാൻ പാടില്ല. പ്രൈസ് ദി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് ഒന്നിനെയും ഒടുക്കി കളയാനായിട്ട് പാടില്ല. പ്രൈസ് ദി ഹല്ലേലൂയ. കാരണം വിലയേറിയതായിട്ടാണ് ദൈവം നമ്മെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. വിലയുള്ളവരാണ് നമ്മൾ കാണുന്നത്. 100 ആടിനെ അവിടെ വെച്ചിട്ട് ഒന്നിനെ കാണാതായപ്പോൾ തിരഞ്ഞിടന്ന ഒരു മനുഷ്യനെ കണ്ടു. 10 ദിരഹ്മയിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള വ്യഗ്രതയോടെ നടന്ന ഒരു സഹോദരിയെ കണ്ടു. അപ്പന്റെ ഇളയപുത്രൻ നഷ്ടപ്പെട്ടപ്പോൾ മടങ്ങി വരുവാൻ വേണ്ടി കാത്തിരുന്ന ഒരു അപ്പനെ കണ്ടു. വന്നപ്പോൾ സന്തോഷത്തോടെ ചേർന്ന അപ്പനെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ നാം ഇന്നിങ്ങനെ ജീവിക്കുന്നു എങ്കിലും പക്ഷേ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടുന്ന ദൈവം ആഗ്രഹിക്കുന്നു. നാം വായിച്ച കുറുവാക്യം ഇതാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനല്ലോ മനുഷ്യപുത്രൻ ലോകത്ത് വന്നത്. പ്രൈസ് ദി ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരു സഖായിയെ നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സഖായിയെ നമുക്ക് കാണുമ്പോൾ 19-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ 19-ാം അധ്യായത്തില് യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരുടെ പ്രമാണിയും ധനവാനുമായ സഖായി എന്നുള്ളൊരു പേരുള്ള മനുഷ്യൻ. പ്രൈസ് ദി ഹല്ലേലൂയ. ഒരു ധനവാനാണ്, ചുങ്കക്കാരനാണ്. എന്നുവെച്ചാൽ അന്നത്തെ പണം പിരിക്കല, പണത്തിന്റെ ഇടപാട് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ചുങ്കക്കാരൻ. അവന്റെ പേര് സഖായിയ. ധനവാനാണെന്ന് വ്യക്തമായി എന്നോട് പറയുന്നു. യേശു അതുവഴി കടന്നു പോകുന്നത് കൊണ്ട് യേശു എങ്ങനെയുള്ളവരെന്ന് കാണണം എന്നുള്ള ആഗ്രഹം സഖായിയുടെ ഉള്ളിൽ വന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ളവനാണെന്ന് എനിക്കൊന്ന് അറിയണം, യേശു എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് കാണണം. പ്രൈസ് ദി ഹല്ലേലൂയ. എന്നാൽ സഖായിക്ക് ഒരു കുറവുണ്ടായിരുന്നു. സഖായി പൊക്കത്തിൽ വളരെ കുറവുള്ളവനായിരുന്നു. ഈ പുരുഷാരത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ യേശുവിനെ കാണാനായിട്ട് ഈ സഖായിക്ക് ഒരിക്കലും കഴിയില്ല. അത്രത്തോളം പൊക്കക്കുറവുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എന്തെന്നറിയുമോ, എങ്ങനെയെങ്കിലും യേശുവിനെ എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഒരു കാട്ടത്തി മേലെത്തിയത്
സഖായി കടന്ന് കയറണം. പ്രൈസ് ദി ലോർഡ്. കാട്ടത്തി എന്ന് പറയുമ്പോൾ മുള്ളുകളാൽ നിറഞ്ഞതാ കാട്ടത്തി. എന്നാലും ആ മുള്ളിനെ ഒന്നും വകവയ്ക്കാതെ വണ്ണം സഖായി അതിലും കയറുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു തീക്ഷ്ണതയും ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഒരിക്കൽ കണ്ടു യേശുവിനെ, വെച്ച് മതിയാക്കരുത്. എനിക്ക് ഇനി യേശുവിനോട് എന്നെ അറിയണം, ഇനി യേശുവിനോട് കൂടെ വസിക്കണം, എനിക്ക് എന്റെ യേശുവിനെ അറിയണം, ആരാണെന്ന് അറിയണം, ഇതിനെന്താണെന്ന് അറിയണം, ഇതെന്തിനാണ് യേശു വന്നതെന്ന് എനിക്ക് അറിയണം, എന്തിനാണ് യേശു സ്വർഗ്ഗരാജ്യത്തിൽ കടന്നുപോയെന്ന് എനിക്ക് അറിയണം, വീണ്ടും വരുമെന്ന് പറയുന്നു, അത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്ക് അറിയണം. ഓരോ ആഗ്രഹങ്ങള് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സഖായി ഒന്നും അറിയാത്ത സഖായി യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണാം. ബാക്കി കാര്യങ്ങളൊന്നും സഹായിക്ക് അറിയില്ല. യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണാം. പക്ഷെ മുള്ളുകളെ വകവയ്ക്കാതെ കാട്ടത്തിന്മേൽ കയറുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ആ വഴി വരികയായിരുന്നു. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മേലോട്ട് നോക്കി. പ്രൈസ് ദി ലോർഡ്. കാട്ടത്തിയുടെ കീഴിൽ വന്നതും യേശു അങ്ങോട്ട് മേലോട്ട് നോക്കിയ ആര് യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നാലും യേശു സമയത്ത് നോക്കേണ്ട സമയത്ത് നമ്മെ നോക്കും. ആ വ്യക്തിയെ കണ്ടുപിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഗ്രഹത്തിനെ കാണാതെ പോയ ആളുകൾക്ക് ദൈവത്തോട് നോക്കാതിരിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആളുകളെ തിരഞ്ഞു നടക്കുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേശത്തെല്ലാം വന്നതുകൊണ്ടാണ് നാം ഇന്ന് എന്ത് ചെയ്യുന്നത്, ഈ തിരഞ്ഞെടുപ്പിൻ കൂട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഈ യേശു അവിടെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ സഖായിയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. സഖായിയോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, സഖായിയെ നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു സഖായി ഇതിനെ കണ്ടുപിടിച്ചു. ഒരു നഥനയേലിനെ ചെറുന്ന രീതിയിൽ പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. നഥനയേലിനെ ഫിലിപ്പോസ് വിളിച്ചോണ്ട് വരിക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരിങ്ങനെ കടന്നു വന്നപ്പോൾ ദൂരെ വെച്ച് യേശു ചെയ്ത് സഖായിയെ നഥനയേലിനെ കണ്ടു. സാക്ഷാൽ ഇസ്രായേലിൽ കർത്താവ് പറയുക, വന്ന വ്യക്തിയെ കുറിച്ച്, ആ നഥനയെ കുറിച്ച് യേശു പറയാം, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവരിൽ കപടമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവനൊരു കപടമില്ലാത്ത മനുഷ്യൻ. നഥനയേല് അന്തം വിട്ടുപോയി. വീട്ടിൽ വെച്ച് ചോദിച്ചിരുന്നതാണ്, ഇസ്രായേലിന് വല്ല നന്മ വരുമോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. വല്ല നന്മയും കിട്ടുമോ ചെന്ന് കണ്ടാൽ എന്നുള്ള ആഗ്രഹത്തോടെ പറഞ്ഞുകൊണ്ടാ വരുന്നത്. പക്ഷേ യേശു ക്രിസ്തു അവനെ കണ്ടത് ഇവൻ സാക്ഷാൽ ഇസ്രായേൽ. കാരണം കാണാതെ പോയ ഒരു ആട്ടിൻ കൂട്ടത്തിന് ഉള്ള ഒരു അവകാശിയാണ് ഈ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവനിൽ കപടവുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെ കാണുമ്പോഴും കർത്താവിനെ ചിന്തിക്കണം, ഇവനിൽ ഒരു കപടമില്ലാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ നിഷ്കളങ്ക ഹൃദയനാണ്. പ്രൈസ് ദി ലോർഡ്. നിർമ്മലതയോടെ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നുള്ള ഒരു സാക്ഷ്യം ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇവനെ കുറിച്ച് പറയുന്നു, ഇവനിൽ കപടമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കപടമില്ലാത്ത നഥനയേൽ കടന്നു വന്നപ്പോൾ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിഞ്ഞു? പ്രൈസ് ദി ലോർഡ്. നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത്തിയുടെ കീഴിൽ എന്തിനാ യഹൂദന്മാർ അത്തിയുടെ കീഴിൽ പോകുന്നത്? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. വിവരിക്കാൻ അവിടെ കുറേ കാര്യങ്ങളുണ്ട്, സമയം പോരാതെ നിർത്തുക. പ്രാർത്ഥിക്കുന്നത്, യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് അത്തിയുടെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു യഹൂദൻ ജനിക്കുമ്പോഴേ ഒരു അത്തി വർഷം അവർ നട്ടേക്കും. 12 വയസ്സാകുമ്പോൾ ഈ പൈതൽ വളർന്നു വരുമ്പോൾ പറയും, നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ പിതാക്കളെ ദൈവം നമ്മൾ നടത്തിക്കൊണ്ടുവന്നതാ, ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന ഈ അത്തിയുടെ കീഴിൽ ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ശീലിച്ചു വരുന്ന യഹൂദൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാണിക്കില്ല. അവൻ അത്തിയുടെ കീഴിൽ ചെന്ന് പ്രാർത്ഥിപ്പാൻ ഇടയാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇവൻ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ തന്നെ യേശു കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ സഖായിയെ വിളിക്കണം, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു എന്നവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം പറഞ്ഞു, ഇവൻ പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ എന്ത് ചെയ്തു, പാർപ്പാൻ പോകുന്നു പിറുപിറുത്തു. ഇത് കേട്ടതാരാണ്? സഖായി കേട്ടു. പ്രൈസ് ദി ലോർഡ്. സഖായിയുടെ ഉള്ളിൽ ഒരു മാനസാന്തരം ഉടനെ കടന്നു വന്നു. കാരണം തന്നെ കുറിച്ച് ജനം പറയുന്നത് യേശുവിന്റെ മുമ്പിൽ നിന്ന് സഖായി കേട്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ മാനസാന്തരം ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ചതിമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. വല്ലത് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങി മടക്കി കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വല്ലത് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനത് 4 മടങ്ങ് മടക്കി കൊടുക്കുകയാണ്. വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രന്മാർക്ക് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൂട്ടി വയ്ക്കാതെ ആവശ്യമുള്ളവർക്ക് നമ്മൾ
എന്ത് ചെയ്യണം? സഹായങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. കർത്താവ് പറയുന്നു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന്റെ ഇത് രക്ഷ വന്നിരിക്കുന്നു. ഈ മാനസാന്തരമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആ ഭവനത്തിന്റെ രക്ഷ കടന്നു വരുവാൻ ഇടയായി തീരും. ഇവരും ഈ ഇങ്ങനെ കാണാതെ പോയ തിരഞ്ഞെടുപ്പാനാണ് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതായ മക്കളെ തിരഞ്ഞെടുപ്പാൻ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നത്. നാമം ഒരേ സ്ഥലത്ത് കിടന്നു വരാം. കർത്താവ് നമ്മെ തിരഞ്ഞ് ദേശങ്ങൾ തേടി വന്നു. ആരുടെയെങ്കിലും കർത്താവിന്റെ സുവിശേഷം നമ്മൾ കേട്ടു, ആരുടെയെങ്കിലും കർത്താവിനെ കണ്ട പ്രാർത്ഥന നമ്മുടെ ജീവിതങ്ങളിൽ ഫലിച്ചു, ആരുടെയെങ്കിലും കർത്താവ് അറിയിച്ചു നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വന്നു. നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വന്ന വരുന്ന ഒരു വ്യക്തിയെയും നമ്മൾ തള്ളിക്കളയരുത്. കാരണമെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ ആലോചന കേട്ട് ദേശങ്ങൾ ഇറങ്ങി അവർ തിരിക്കുന്നത് എവിടെയെങ്കിലും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ മക്കളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കടന്നു വരികയാണ്. ആ ഭാഗത്തോട്ട് കടന്നു പോകുമ്പോൾ അവിടെ നിരീക്ഷിക്കാനായിട്ട് യേശു സ്വർഗ്ഗം ഒരുങ്ങിയിരിക്കുമ്പോൾ നമ്മളായിട്ട് ഒരു തടസ്സം ചെയ്യാതെ വേണം ദൈവത്തിൽ ആശ്രയിച്ച് കടന്നു പോയാൽ മുന്നോട്ട് പോയാൽ ഇനിയും ഇസ്രായേൽ മക്കളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നഷ്ടപ്പെട്ട് കിടക്കുന്ന, പാപികളായിട്ട് കിടക്കുന്ന, രോഗികളായിട്ട് കിടക്കുന്ന ചെന്ന് സന്ദർശിക്കാനായിട്ട് ഇടയായി തീരും. അവിടെ തന്നെ കർത്താവ് കണ്ട വ്യക്തികളെല്ലാം വിശ്വാസത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ധാരാളമായി കഴിവാൻ ഇടയായി തീരും. അതിനുവേണ്ടി നാം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം ദൈവസനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, ദൈവമേ കർത്താവ് നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ നിന്റെ വചനങ്ങൾ കർത്താവ്, ഹല്ലേലൂയ, ദൈവമേ കർത്താവ്, ഹല്ലേലൂയ, എന്റെ സ്വന്തത്തിൽ നിന്ന് നല്ല കർത്താവേ, നിന്റെ വചനത്തിലൂടെ സംസാരിച്ചു കർത്താവേ, വചനത്തിന്റെ പ്രിയ കർത്താവ്, ഹല്ലേലൂയ, ദൈവമേ ഓരോ ഉള്ളങ്ങളും വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതുകൊണ്ട് കർത്താവ്, ഹല്ലേലൂയ, ദൈവമേ കർത്താവേ, ഉള്ളിൽ കർത്താവ് ആത്മാവ് കർത്താവ്, ഹല്ലേലൂയ, രൂപപ്പെടുവാനൊക്കെ വന്ന കർത്താവേ, പൗലോസ് ഞെരുങ്ങിയതുപോലെ കർത്താവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന്റെ രൂപീകരണം ഹൃദയങ്ങൾ വെളിപ്പെടുവാനപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവകൃപകളിൽ നിറയ്ക്കണമേ കർത്താവേ, ഇസ്രായേലിന്റെ കർത്താവ് കാണാതെ കിടക്കുന്ന ജനത്തെ കണ്ടു രക്ഷിപ്പാനൊക്കെ വേണം ദൈവമേ, നീ വീണ്ടും അനേകരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവകൃപയിൽ നിറയ്ക്കണം, പരിശുദ്ധാത്മാവോടെ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നു. പാട്ടിന്റെ കരങ്ങളിലേപ്പിക്കുന്ന മഹത്വം അവിടെ നിൽക്കണം. യേശു തന്നെയുള്ള നാമം തന്നെ പിതാവേ, ആമേൻ. ഇപ്പോൾ കാണാം